ഈ പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് കർഷകര് കുടിയേറി പ്രകൃതി ധാരാളം കൃഷി ഭൂമികളുമായിട്ട് സമ്പൽ സമൃദ്ധിയായിരുന്ന ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഇന്ന് കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി നമ്മുടെ കാർഷിക വിഭവങ്ങളൊക്കെ, കാർഷിക വിളകളൊക്കെ നശിച്ച ഒരു സമയമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ വേദനകള്, പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവത്തിന്റെ, ഏത് അടഞ്ഞ വാതിലുകളും തുറന്നു നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കുന്ന നല്ലവനായ യേശുവിന്റെ കൃപ ഈ പ്രദേശത്തുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും യേശു തിരിച്ചു തരും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നമ്മുടെ ജീവിതത്തില് വിശുദ്ധിയോടെ ജീവിക്കണം. മദ്യവും മയക്കുമരുന്നും മറ്റ് മോശമായ ജീവിതചര്യയിൽ നിന്ന് നമ്മൾ നോ പറഞ്ഞ് യേശുവിന്റെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, യേശുവിന്റെ വചനത്തിൽ വേരുകൊണ്ടിക്കൊണ്ട്, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്കറിയാം, ഒരു പഴഞ്ചൊല്ലുണ്ട്, God is not very early, he is never late, he is on time. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കുന്നത് വളരെ നേരത്തെ ആയിരിക്കണമെന്നില്ല, എന്നാൽ താമസിക്കുവുമില്ല. കൃത്യസമയത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾ. വലിയ സംഖ്യ കടമായിട്ട്, കടബാധ്യത മൂലം നിരാശപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൃഷിഭൂമി, കാർഷിക വിളകളെല്ലാം നശിച്ച് നിരാശയിൽപ്പെട്ട് കിടക്കുമ്പോൾ, അവിടെ പ്രത്യാശയുടെ വാതിലുകൾ നമുക്ക് തുറന്നു തരും യേശു. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു ചിന്ത നമ്മളിൽ മാറണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവം പറയുന്നുണ്ട്, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചിന്തകൾ നമ്മളിൽ നിന്ന് മാറി പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം നമ്മള് ഭാരങ്ങൾ വഹിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വരുന്നത്. ആയതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ വേണ്ട രീതിയിൽ നമ്മൾ സഹായിക്കുകയും മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ആർദ്ര മനോഭാവം നമ്മൾ ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും സുവിശേഷവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാനൊരു അനുഭവ സാക്ഷ്യം പറയാൻ നിങ്ങളോട്. വയനാട് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ സുവിശേഷം പറയാൻ പോയിരുന്നു വർഷങ്ങളായിട്ട്. അങ്ങനെ ഒരു 5-8 മാസം മുമ്പ് വയനാട്ടിലെ ഒരു പ്രദേശത്ത്, 4 മൈൽ എന്ന പ്രദേശത്ത് ഞങ്ങൾ വചനം പറയാൻ പോയപ്പോൾ, രാവിലെ തന്നെ പോയപ്പോൾ ഒരു ചായക്കടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അവിടെ ബൈബിളും വചനോത്സവം ഒക്കെ കൊടുത്തു. അങ്ങനെ 8 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിരാവിലെ പോവുകയാണ്. മൂടൽ മഞ്ഞ് കാരണം വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ വാഹനം ഒരു സൈഡിൽ നിർത്തി ഞങ്ങള് റോഡിന്റെ വലതുവശത്ത് കാണുന്ന ആ ചായക്കടയിൽ കയറി ചായ കുടിക്കാമെന്ന് നോക്കി. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, 8 മാസങ്ങൾക്ക് മുമ്പ് പണ്ട് ആ കടയിൽ ഞാൻ ഒരു വചനോത്സവം കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ബൈബിൾ ചോദിച്ചു, ആ ബൈബിളും കൊടുത്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരു ബൈബിളും വചനോത്സവം തന്നിരുന്നില്ലേ? ആ സഹോദരൻ നാണു എന്ന് പറയുന്ന സഹോദരനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ അത് ഏതാണ്ട് ബൈബിള് പൂർണ്ണമായും തന്നെ വായിച്ചു വചനോത്സവത്തിന്. ഈ ബൈബിൾ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു, ഹോട്ടലായിരുന്നു അദ്ദേഹത്തിന്റെ. അതിനുശേഷം അദ്ദേഹത്തിന് നല്ല ബിസിനസ് വന്നു. അദ്ദേഹം ദൈവത്തിൽ യേശു പറഞ്ഞു നിൽക്കുന്ന ആ ജീവിതചര്യതയിലൂടെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട്, യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ കച്ചവടം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന് കടന്നു വരാൻ പറ്റാത്ത ചില ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങൾ അഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരികയുള്ളൂ.
അത് ഒരുപക്ഷെ മദ്യമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, പരദൂഷണമായിരിക്കാം, വ്യഭിചാരം ചെയ്യുന്ന സ്വഭാവമായിരിക്കാം. എന്തിനോടും ആസക്തിയുള്ള ഇങ്ങനെ ജീവിക്കുന്ന ആളുകളിലേക്ക് ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ പ്രയാസമായിരിക്കും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നിനും നമ്മൾ നോ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമുക്ക് ജീവിക്കാം. അങ്ങനെ